ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ്. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കാം അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. റവ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടിയപ്പോഴും വറുത്ത റവ കൊണ്ടുള്ള ഉപ്മാവായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, അതിട്ടിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യണത്. ഉപ്മാവിലേക്ക് അത് ഓപ്ഷണലാണ്. ഉപ്മാവിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ പൊട്ടുകടല, ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണയുടെ കറുപ്പ് കളറ് മുന്തിരി വറുത്ത് കയറിയില്ലേ, ആ മുന്തിരിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ഞാൻ 3 പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എരിവൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ഇളക്കി കൊടുക്കുക. ഈ സവാള ഒന്ന് വാടി വെച്ച് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ റവ, ആ റവ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ സമയത്ത് 1 മുറി നാളികേരം ചെരുകി വെച്ചത് ഇട്ട് കൊടുക്കാം. 1 നാളികേരത്തിൻ്റെ പകുതി മുറി ഇടാം ചെരുകി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റവ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചാണ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത അടുപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം, ആ അളവിലാണ് തട്ടുള്ളത് കേട്ടോ. ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളോ, ഇതുപോലെ തിളയ്ക്കും, കൈമയ്ക്കാവാണ്ട് നോക്കിയോ. എടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്മാവ് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക്
നല്ലപോലെ പൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനി ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഓപ്ഷനിലാണ്. ഞാൻ ഇട്ട് കൊടുത്തത് മാത്രം. അതിനൊപ്പം തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ വറുത്ത് വെച്ചിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ഏകദേശം കുക്കായിട്ടുള്ള ഉപ്മാവാണ്, എന്നാലും എല്ലാം കൂടി മിക്സ് ആയിട്ട് 1-5 മിനിറ്റ് വേവിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉപ്മാവാണ്. കാണുമ്പോൾ തന്നെ കഴിക്കുന്നൊന്നുമില്ലേ. ഇനി ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കാം കേട്ടോ. ഞാനിട്ട് കൊടുത്തുള്ള ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. അതെന്താ വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവില്ല, അതൊന്ന് കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്മാവിലേക്കുള്ള ഉപ്പും കറക്റ്റാവും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, കഴിച്ചാലും മതി വരാത്ത ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. നിങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണമെന്നെങ്കിൽ ഇതുപോലെ ഒന്നൊരു പ്രാവശ്യം ഉണ്ടാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റുള്ള ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.